ഈ സിനിമയുടെ ഒരു ജോണർ തന്നെ നമ്മൾ നോക്കുമ്പോൾ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് കൊലപാതകങ്ങൾ, ബ്ലഡ് ഷെഡ്, ഭയങ്കരമായിട്ടുള്ള വയലൻസ്, കണ്ണടിച്ച് പോകുന്ന രീതിയിലുള്ള തെറി, പിന്നെ മദ്യപാന സീരിയൽ, അങ്ങനെയുള്ള ഇതിൽ നിന്ന് മാറി ഒരു ഫീൽ ഗുഡ് മൂവി ഒരു തിയേറ്ററിൽ സക്സസ് ആവുക എന്നുള്ളത് വലിയൊരു ടാസ്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഫീൽ ഗുഡ് മൂവിയാണോ എങ്കിലും OTT വന്നിട്ട് കാണാം. പ്രേക്ഷകരെ സംബന്ധിച്ച് തിയേറ്ററിൽ പോകുന്നു, അവര് സിനിമ ആസ്വദിക്കുന്നു, അവര് ആർത്തട്ടഹസിച്ച് സിനിമ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടേതായിട്ടൊരു തുരുത്തിലിരുന്ന് സിനിമ കാണുന്ന ആൾക്കാർ, ഈ രണ്ടു തരം പ്രേക്ഷകരാണുള്ളത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി എനിക്ക് തോന്നുന്നു കോവിഡിനൊക്കെ മുമ്പാണ് അങ്ങനത്തെ ഫീൽ ഗുഡ് മൂവീസ് തിയേറ്ററിൽ വലിയ വിജയമായിട്ട് മാറിയിട്ടുള്ളത്. അതിനൊരു ചെറിയൊരു വ്യത്യാസം വന്നത് സത്യൻ സാറിന്റെ തന്നെ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയ്ക്ക് വന്നപ്പോഴാണ്. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൽ ഒരു ഫീൽ ഗുഡ് മൂവി സത്യനന്ദിക്കാട് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് പറയാം. കാരണം മക്കളും എല്ലാവരും നമ്മൾ ഈ പറയുന്ന ടൈപ്പ് സ്കൂൾ തന്നെയാണ്. ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ലാളിത്യവും കുളിർമയും നാട്ടുവഴികളും ഒക്കെ നമ്മളെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയിലും അതുപോലെയുള്ള സീനുകളുണ്ട്. മുണ്ടെടുത്ത് വരുന്നൊരു നായകനെ തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മലയാളിയുടെ ഒരുപാട് ഇഷ്ടങ്ങളെ വീണ്ടും തൊട്ട് തലോടി പോകുന്നൊരു സിനിമ കൂടിയാണ്. ഇത്തരം സിനിമകളെ തിയേറ്ററിലേക്ക് വീണ്ടും പ്രേക്ഷകരെ മടക്കിക്കൊണ്ടുവരും. ഇത്തരം സിനിമകൾക്കും ഇവിടെ പ്രേക്ഷകരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയൊരു സിനിമ കൂടിയല്ലേ. അതെ, ഇത് ശരിക്കും ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ, സമൂഹത്തിനും ഫിലിം ഇൻഡസ്ട്രിക്കും നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ഇതിൽ. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്ന് സിനിമ വിജയിക്കണമെങ്കിൽ 2 കൊലപാതകം വേണം. കൊലപാതകം വെച്ചാൽ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകം, കൊലപാതകം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തോക്ക് വേണം, അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും പുകവലിയൊക്കെ വേണം എന്നുള്ളതാണ്. ഇതിലൊരു സിഗരറ്റ് വരെ വലിച്ചിട്ടില്ല ഒരു ക്യാരക്ടറും. അങ്ങനെ ഒരു സിനിമ ഇത്രയധികം ബോക്സ് ഓഫീസ് വിജയം കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ സന്ദേശമല്ലേ കൊടുക്കണേ ഇൻഡസ്ട്രിക്ക്. തീർച്ചയായിട്ടും ഇതിൽ എന്താ പറയുക, ആൾക്കാർ കൂടുതൽ ഇംപ്രസ്ഡ് ആയിട്ട് ഇതുപോലത്തെ ഫീൽ ഗുഡ് മൂവീസ് വരും തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ. വരികയാണ് വേണ്ടതും. ഇങ്ങനത്തെ സിനിമ എടുക്കാൻ ആൾക്കാർ മുമ്പിലേക്ക് വരണം. അത് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കും. അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. അങ്ങനെ ഒരു സന്ദേശം തന്നെ സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.